ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇത് നമ്മൾ ഹൈദരാബാദ് ഡെയിലി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അത് നമ്മുടെ ഫുഡാണെങ്കിൽ ഓക്കെ, ഇത് അവരുടെ ഫുഡ് നമുക്ക് അങ്ങനെ എപ്പോഴും പിടിക്കത്തില്ല. കഴിച്ചങ്ങ് മടുത്തപ്പം ഒരു ദിവസം രാത്രി വിചാരിച്ചെങ്കിൽ പിന്നെ ഇന്ന് പുറത്തുനിന്ന് വേണ്ട, എന്ന് നമുക്ക് എന്തെങ്കിലും ആക്കാം. അപ്പം നമുക്ക് ആക്കാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതല്ലേ ഉള്ളൂ, ഫ്രൂട്ട് സലാഡ്. അങ്ങനെ ഫ്രൂട്ട് സലാഡ് ആക്കാമെന്ന് വെച്ചപ്പോൾ അതിനകത്ത് പാത്രവും ഇല്ലായിരുന്നു. പിന്നെ ഒരു വാട്ടർമെലൺ മേടിച്ച് അത് തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ പാതിയാക്കിയിട്ട് അതിൽ ചേട്ടായ പറഞ്ഞ ഈ ഒരു ഐഡിയ. അങ്ങനെ പിന്നെ അതിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ആപ്പിൾ ഉണ്ടായിരുന്നു, വാട്ടർമെലൺ, പിന്നെ മാംഗോ ഉണ്ടായിരുന്നു, ആപ്പിൾ, പഴം, ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തപ്പോഴേ കാശിക്ക് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ അവന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ അവൻ തന്നെ മിക്സ് ചെയ്തത് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഐസ്ക്രീമൊക്കെ ചേരുന്നതുകൊണ്ട് പിന്നെ നോർമലി ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഐസ്ക്രീമൊക്കെ ഒഴിച്ച് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും സംഗതി ഇതിനകത്ത് വാട്ടർമെലന് ആ ഒരു ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ബൗളും പാത്രവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റും. പിന്നെ ഞാൻ അതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റാക്കി. എന്നിട്ട് അതും ഇതും കൂടെയൊക്കെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് മൊത്തത്തിലെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തൊരു കൊളാബറേഷനായിരുന്നു. ശേഷം ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അത് ഈ വീഡിയോയിലില്ല, ഇത് ഞാൻ കഴിച്ച രീതിയാണ്. കാരണം നമ്മളിത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ കാശിക്ക് സ്പൂൺ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, കാശിക്ക് സ്പൂൺ കൊടുത്ത് അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഐസ്ക്രീം പിന്നെ വെള്ളമായിപ്പോവും. പിന്നെ നമുക്കവിടെ റൂമിൽ ഫ്രിഡ്ജും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് കഴിച്ചല്ലേ പറ്റും. അങ്ങനെ പിന്നെ നമ്മളിത് കൈകൊണ്ട് കോരി കഴിക്കുകയോ ചെയ്തത്. കാശി സ്പൂണും കൊണ്ട് കഴിച്ച് ഞാനും ചേട്ടായും പഴങ്കഞ്ഞി കുടിക്കും പോലെ ഇങ്ങനെ കൈകൊണ്ട് കോരി കുടിക്കുകയോ ചെയ്തത് കേട്ടോ. അത് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് കഴിച്ച്.